തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് വർദ്ധിച്ചതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഒരു ഭാഗത്ത് BJP-യുമായും മറുഭാഗത്ത് SDPI-യുമായും കോൺഗ്രസ് കൂട്ടുകൂടുന്നു. കടൽ ഖനനത്തിൽ ഇടതുപക്ഷ സർക്കാർ തെറ്റായ നടപടി സ്വീകരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ആശാ വർക്കർമാർ ശത്രുക്കളല്ല, എന്നാൽ സമരവും സമരത്തിന് നേതൃത്വം നൽകുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മുൻതൂക്കം ലഭിച്ചു. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് 7 വാർഡുകളിൽ തള്ളപ്പെട്ടു. UDF വോട്ടുകൾ SDPI-യിലേക്ക് പോയി. LDF വോട്ടുകൾ അത്തരം വാർഡുകളിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. SDPI-യെ ജയിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യം തുടരും എന്നതിന്റെ സൂചനയാണിതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. ഈ ന്യൂനപക്ഷ വർഗീയ വിഭാഗം ഭീകരവാദം കോൺഗ്രസും ലീഗും ഉൾച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന നില ഉണ്ട് എന്ന് അതിൻ്റെ സൂചനയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ തന്നെ കുളം തോണ്ടുന്ന വർഗീയ കൂട്ടുകെട്ടായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒരു കൂട്ടുകെട്ട്. ഒരു ഭാഗത്ത് BJP-യുമായിട്ട് ചേരുന്നു, വേറൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേരുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. കടൽ ഖനനത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി വിയോജിപ്പ് അറിയിച്ചതാണ്. പാർട്ടിയും കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ UDF വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. യോജിച്ച സമരത്തിൽ നിന്നും പിന്മാറി. കേരളത്തിന്റെ താൽപര്യമല്ല UDF-നുള്ളതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. നിങ്ങൾ രാഷ്ട്രീയമാണ്, വെറും രാഷ്ട്രീയം. UDF-ന് കേരളത്തിന്റെ താല്പര്യമില്ല. അത് വികസന പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഒന്നിൻ്റെ മേലെ നിങ്ങൾക്ക് ആ നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. അത് ഒരു ഭാഗത്ത് RSP നടക്കുന്നു, വേറൊരു ഭാഗത്ത് ലീഗ് നടക്കുന്നു, വേറൊരു ഭാഗത്ത് കോൺഗ്രസ് നടക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. UDF-ന്റെ ആളുകളോട് നേരിട്ട് തന്നെ സംസാരിച്ചു. അസംബ്ലിയിലും പറഞ്ഞു, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു, കേരളം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് തടസ്സമുണ്ടോ ചോദിച്ചപ്പോൾ നമുക്ക് നോക്കാം, അന്വേഷിക്കാം എന്ന് പറഞ്ഞു. UDF-ന്റെ ഇന്നലത്തെ യോഗത്തിൽ അവർ തീരുമാനിച്ചു വേണ്ടാന്ന്. പിന്നെ ഇനി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സർക്കാർ ആശാവർക്കർമാർക്ക് അനുകൂലമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കണം എന്നത് തന്നെയാണ് CPIM-ന്റെയും ആഗ്രഹം. അവരോട് ശത്രുതാപരമായ ഒരു നിലപാടും ഇല്ല. എന്നാൽ രാഷ്ട്രീയമായി ഇടപെടൽ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. അത് സമര നേതൃത്വം കൊടുക്കുന്നവരും നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അത് തിരിച്ചറിയുന്നതല്ല. അതിൽ SDPI ഉണ്ട്, അതിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിൽ SUCI ഉണ്ട്, അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരാജകവാദികളായ നിരവധി ആളുകളുണ്ട്. അതിനോട് ഞങ്ങൾക്ക് ശക്തിയായ വിയോജിപ്പുണ്ട്. മുമ്പ് KL പദ്ധതിയുടെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് പുറപ്പെട്ടപ്പോൾ ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ള ഈ ടീമുണ്ട്. ആ ടീം തന്നെയാണ് ഇത്. എന്നാൽ കേന്ദ്ര നിലപാടിനെ വിമർശിക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും നിലപാടിനെയും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.